തെരുവു നായയുടെ ആക്രമണത്തിൽ പരിക്കേൽക്കുകയോ മരണപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് നഷ്ടപരിഹാരത്തിനായി അപേക്ഷ സമർപ്പിക്കേണ്ടത്, ഇല്ലെങ്കിൽ ഏത് അതോറിറ്റിയുടെ മുമ്പിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ നോക്കാം. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഒരു നിർണായക വിധി പ്രകാരമാണ് ജസ്റ്റിസ് സിരിജഗൻ കമ്മിറ്റി എന്നൊരു കമ്മിറ്റി രൂപീകരിക്കുകയും തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേൽക്കുന്നവർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിന് വേണ്ടിയാണ് ഈ കമ്മിറ്റി രൂപീകരിച്ചത്. എന്നാൽ ജസ്റ്റിസ് സിരിജഗൻ സാർ മരണപ്പെടുകയും താൽക്കാലികമായി കമ്മിറ്റി നിർത്തിവെക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഒരു നിർണായകമായ വിധി പ്രകാരം ജസ്റ്റിസ് സിരിജഗൻ കമ്മിറ്റിയിൽ പെൻഡിംഗ് ഉള്ള എല്ലാ കേസുകളും ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റിക്ക് മുന്നിൽ പരിഗണിക്കണം എന്നുള്ളൊരു ഉത്തരവാണ് വന്നിരിക്കുന്നത്. ഇതിൻ പ്രകാരം പെൻഡിംഗ് നിൽക്കുന്ന കേസുകളും പുതുതായി വരുന്ന അപേക്ഷകളും ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റിയാണ് കൈകാര്യം ചെയ്യുന്നത്. സിരിജഗൻ കമ്മിറ്റിയിൽ എന്തെല്ലാം രീതിയിലുള്ള പ്രൊസീഡിംഗ്സ് ആണോ നടന്നിരുന്നത്, അതേ പ്രൊസീഡിംഗ്സ് തന്നെയാണ് ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റിയിലും കൈകാര്യം ചെയ്തു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾക്ക് തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേൽക്കുകയോ ഇല്ലെങ്കിൽ മരണപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ലീഗൽ ഹെയർസിന് ഇല്ലെങ്കിൽ അപകടം പറ്റിയ ആൾക്ക് നഷ്ടപരിഹാരം തുക ലഭിക്കുന്നതിന് വേണ്ടി ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റിയിൽ ഓൺലൈനായോ ഓഫ്ലൈനായോ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. ഇതിന്റെ നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്.